ലോകത്താദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്ക നടപ്പിലാക്കിയത്. വധശിക്ഷയ്ക്ക് വിധേയനായതാകട്ടെ കെന്നത്ത് യൂജിൻ സ്മിത്ത് എന്ന കൊലപാതകി. 1988 കൊല ചെയ്യപ്പെട്ട എലിസബത്ത് സെന്നറ്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് കെന്നത്ത് യൂജിൻ സ്മിത്തിന് വധശിക്ഷ ലഭിച്ചത്. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്കെതിരെ ജനരോഷം ഉയരുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയൻ, ഐക്യരാഷ്ട്രസഭ, വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു. ഒടുക്കം അമേരിക്കയാകട്ടെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ യൂജിൻ സ്മിത്തിന്റെ അവസാന നിമിഷങ്ങൾ ഓർത്തെടുത്ത് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മീയ ഉപദേഷ്ടാവായ വൈദികന്റെ വാക്കുകളാണ് ചർച്ചയാകുന്നത്. റവറന്റ് ജെഫ് ഹുഡ് ആണ് തന്റെ അനുഭവം പങ്കുവച്ചത്. പേടിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു ഇതെന്നാണ് ജെഫ് ഹുഡ് വിശദീകരിച്ചത്. കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ അസ്വസ്ഥത കാണിക്കുകയായിരുന്നു സ്മിത്ത്. അയാളുടെ മുഖത്ത് ഞെട്ടലും അമ്പരപ്പും ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കഴിയുന്ന വേദനയില്ലാത്ത മരണമായിരിക്കുമെന്നാണ് അയാളോട് പറഞ്ഞിരുന്നത്. ഏറ്റവും മാനുഷികമായ മാർഗമാണിതെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഏകദേശം 22 മിനിറ്റിന് ശേഷമാണ് സ്മിത്തിന് മരണം സംഭവിച്ചത്. വധശിക്ഷയ്ക്കൊരുക്കിയ മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു റെസ്പിറേറ്ററിലൂടെ വാതകം ശ്വസിപ്പിക്കുകയും ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുത്തുകയും മരിക്കുന്നതിന് മുൻപ് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 4 മുതൽ 6% വരെയാണെങ്കിൽ 40 സെക്കൻഡുകൾക്കുള്ളിൽ അബോധാവസ്ഥയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരണവും സംഭവിക്കുമെന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ വിശദീകരണം. അലബാമയിലെ WC ഹോൾമാൻ കറക്ഷണൽ ഫെസിലിറ്റിയിൽ വെച്ചാണ് യൂജിൻ സ്മിത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. ഭയാനകമായ അനുഭവമായിരുന്നു അത്. ഈ രംഗം എന്നും എന്നെ വേട്ടയാടും. സ്മിത്തിന്റെ അവസാന നിമിഷത്തിലെ ചേഷ്ടകൾ ഹോളിവുഡ് ചിത്രങ്ങളെ വരെ അനുസ്മരിപ്പിച്ചുവെന്നാണ് ജെഫ് ഹുഡ് പറഞ്ഞത്. വധശിക്ഷയ്ക്കൊരുക്കിയ മുറി ഒരു സിനിമാ സെറ്റാണെന്ന് വരെ തോന്നിപ്പോകുമെന്നും ഹുഡ് കൂട്ടിച്ചേർത്തു. നൈട്രജൻ ഹൈപ്പോക്സിയ എന്നറിയപ്പെടുന്ന ശിക്ഷാരീതി നടപ്പിലാക്കാൻ കോടതി ഉത്തരവിടുന്നത് ഇതാദ്യമാണ്. 2022 മാരകമായ രാസവസ്തു കുത്തിവെച്ച് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഈ ശിക്ഷാരീതി ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ക്രൂരമാണെന്നും പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി ഈ വാദത്തെയെല്ലാം തള്ളുകയാണ് ഉണ്ടായത്.